നമസ്കാരം. പാകിസ്ഥാൻ പഹൽഗാമിൽ നടത്തിയ തീവ്രവാദി ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കനത്ത മറുപടി തന്നെയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ അതിൽ പങ്കെടുത്തതും 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥകളായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. പഹൽഗാമിൽ പുരുഷന്മാർ ഓരോരുത്തരെയായി തീവ്രവാദികൾ വെടിവെച്ചിട്ടപ്പോൾ കരഞ്ഞു നിലവിളിച്ച് അവരുടെ ഭാര്യമാരോടും പെൺമക്കളോടുമൊക്കെ അന്ന് തീവ്രവാദികൾ പറഞ്ഞത് ഇന്ത്യയിൽ ചെന്ന് നിങ്ങളുടെ മോദിയോട് പറഞ്ഞേക്കൂ എന്നുള്ളതായിരുന്നു. ഏതായാലും അതിന് ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ വളരെ പ്രതീകാത്മകമായിട്ടായിരിക്കാം 2 ഉന്നത വനിതാ സൈനിക ഉദ്യോഗസ്ഥകൾ ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. രാജ്യത്തെ ശക്തമായ സ്ത്രീ ശക്തിയുടെ മികച്ച പ്രതീകങ്ങളായി മാറുകയാണ് ഇവർ 2 പേരും. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ. ഈ 2 പേരും ആരാണ് എന്നുള്ളതാണ് പലരും കൗതുകത്തോടെ നോക്കിയത്. സാധാരണ കേന്ദ്ര സർക്കാരിൻ്റെ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വക്താവായിരിക്കും മറുപടി പറയാറുള്ളത്. വിദേശകാര്യ സെക്രട്ടറി ഉണ്ടാവും, അല്ലെങ്കിൽ പ്രതിരോധ സെക്രട്ടറി ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥകൾ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയത്. ഇവരാരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. വ്യോമിക സിംഗ് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് എയർഫോഴ്സിൽ ചേർന്നത്. ഹെലികോപ്റ്റർ പൈലറ്റായി അവർ സേവനമനുഷ്ഠിക്കുന്നു. വർഷങ്ങളായി എത്രയോ മണിക്കൂർ പറന്ന് തൻ്റെ കഴിവ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എത്രമാത്രം പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് തെളിയിക്കപ്പെട്ട വ്യക്തി കൂടിയാണ് വ്യോമിക സിംഗ്. ഇവരുടെ ഭർത്താവും സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗം വഹിക്കുന്ന ആളാണ്. വ്യോമിക സിംഗ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുള്ള ഒരു ധീരയായ പോരാളിയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ വ്യോമിക സിംഗിനെ ഇത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം വിശദമാക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരുന്നത്. ചേതക്, ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ പറത്തിക്കൊണ്ടുള്ള അനുഭവ സമ്പത്തും വ്യോമികയ്ക്കുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വ്യോമിക തൻ്റെ കഴിവും തെളിയിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൽ പ്രളയത്തെ തുടർന്നുണ്ടായ സ്ഥിതിഗതികളിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിലൊക്കെ തന്നെ വ്യോമിക സിംഗ് വളരെ സുത്യർഹമായ സേവനമാണ് അനുഷ്ഠിച്ചത് എന്നാണ് സൈന്യ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അടുത്തയാളാണ് കേണൽ സോഫിയ ഖുറേഷി. സോഫിയ ഖുറേഷിയെക്കുറിച്ച് പറയുമ്പോൾ പരമ്പരാഗതമായി തന്നെ ഇവരുടെ മുത്തച്ഛനും മുതുമുത്തച്ഛനും എല്ലാം തന്നെ സൈന്യത്തിൽ വളരെ ഉയർന്ന പദവികളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ളവരാണ്. അത്തരമൊരു പാരമ്പര്യത്തെ ജനിച്ചു വളർന്ന സോഫിയെ സംബന്ധിച്ച് ആർമിയിലെ ഓഫീസറാവുക എന്നുള്ളത് ഒരു സാധാരണ കാര്യം മാത്രമാണ്. പ്രഗത്ഭയായ ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ അവരും പല മേഖലകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയുടെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ഓഫീസറാണ് കേണൽ സോഫിയ. ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന ദൗത്യ സേനയിലെ അംഗമായി വിവിധ രാജ്യങ്ങളിൽ 6 വർഷത്തോളം ഇവർ സേവനമനുഷ്ഠിച്ചിട്ടുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ സൈനിക ശക്തി വിളിച്ചോതുന്ന ഇന്ത്യയിൽ വനിതാ സൈനിക ഓഫീസർമാർ എത്രത്തോളം ശക്തരാണ് എന്നുള്ളതിൻ്റെ പ്രതീകമായി തന്നെ മാറുകയാണ് ഈ 2 വനിതാ ഓഫീസർമാരും. നമ്മുടെ സൈന്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാ വിഭാഗങ്ങളിലും സ്ത്രീകൾ ഉയർന്ന പദവികളിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഏതായാലും പല സ്ത്രീകളുടെയും സിന്ദൂരം മായ്ച്ചു കളഞ്ഞ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പാകിസ്ഥാന് നൽകിയ തിരിച്ചടി വിശദീകരിക്കാൻ 2 സ്ത്രീകളെ തന്നെ രംഗത്തിറക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി അങ്ങേയറ്റം പ്രതീകാത്മകമായും വളരെ അഭിനന്ദനാർഹമായും തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. ഭാവിയിലും ഒരുപക്ഷെ ഇന്ത്യയുടെ സേനയെ നയിക്കുന്നത് ഇവരെ പോലെയുള്ള ധീര വനിതകളായിരിക്കും എന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്.